ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോ പിടിക്കാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മുടെ നാട്ടിൽ നല്ല മഴയല്ലേ. അപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയി. അതിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. ഒരുപാട് വിഷമമുണ്ട് നമുക്ക് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. ഇപ്പോഴും അതിൻ്റെ തെരച്ചിൽ അവസാനിച്ചിട്ടില്ല. നമ്മൾ ന്യൂസ് കാണുമ്പോഴൊക്കെ ഒരുപാട് സങ്കടം തോന്നുന്നു. പെട്ടെന്നുണ്ടായ ഒരു വലിയൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇപ്രാവശ്യത്തെ മഴയായതുകൊണ്ട് പുറത്ത് പോയി വീഡിയോ പിടിക്കേണ്ട സാഹചര്യമല്ല ഇപ്പം നമുക്ക്. അതുകൊണ്ട് തന്നെ കാർ പോർച്ചിലിരിക്കുന്ന എൻ്റെ കുറച്ച് ഡൈഫൻ ബാഞ്ചിയറ ചെടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡൈഫൻ ബാഞ്ചിയയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ഡംബ് കെയിന്നും കൂടി അറിയപ്പെടും ഈ ഒരു പ്ലാന്റ്. ഇത് പിന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയിട്ടാണ്. നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ലക്കി പ്ലാന്റും ആയിട്ട് ഇത് അറിയപ്പെടും ഈ ഡൈഫൻ ബാഞ്ചിയ. നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി. ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടീനെ നമുക്കിത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഫാസ്റ്റ് ഗ്രോത്താണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളർത്താൻ എളുപ്പമാണ്. നല്ല ഭംഗിയിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പാർഷ്യൽ ഷെയ്ഡായാലും മുഴുവനായിട്ടുള്ള ഷെയ്ഡായാലും നല്ല ഭംഗിയിൽ ഇത് വളർന്നു വരുന്ന ഒരു ചെടീന്. എൻ്റെ ഇപ്പോൾ ഫുള്ള് ഷെയ്ഡുള്ള ഭാഗത്ത് കാർ പോർച്ചിൻ്റെ ഉള്ളിലാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എത്ര ഭംഗിയിലാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. ഇത് വെയിലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെടി വളരൊക്കെ ചെയ്യും, പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയൊക്കെ പോവും. ഇത് ഒരു മഞ്ഞ ഷെയ്ഡിലേക്ക് മാറും ഒരുപാട് സൂര്യപ്രകാശം ഉള്ളിടത്ത് ഈ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇലയിന് നമുക്ക് കൂടുതലും ഭംഗി തരുന്നത് ഇത് ഇലച്ചെടി ആയതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഭംഗി പോവാണ്ട് സംരക്ഷിച്ചാൽ ഒരേ ചെടിയുടെയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെടികൾ നമ്മൾ കൂടുതലായിട്ടും ഷെയ്ഡിലോ അല്ലെങ്കിൽ പാർഷ്യൽ ഷെയ്ഡിലോ വെച്ച് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അതുകൊണ്ട് എൻ്റെ ഈ ഡൈഫൻ ബാഞ്ചിയൊക്കെ മുഴുവൻ ഞാൻ കാർ പോർച്ചിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. യാതൊരു ഇതും ഇല്ലാണ്ടാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയെന്ന്. ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഗ്രോത്തും ലീഫിൻ്റെ ഭംഗിയൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇതിൻ്റെ ലീഫൊക്കെ ഭയങ്കര കട്ടീന് ഈ ഒരു ചെടിയുടെ ലീഫ് കിട്ടാം മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ ചെടി വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുള്ളിടത്തൊന്നും നമ്മൾ ഈ ചെടി വളർത്താണ്ടിരിക്കുന്നത് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയുടെ ഇലകൾ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ നിന്ന് പാല് പോലത്തെ ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നത്. അത് നമ്മുടെ കയ്യിലൊക്കെ തട്ടിക്കഴിയുമ്പോൾ കയ്യിൽ ഭയങ്കര ചൊറിച്ചൽ നമുക്ക് അനുഭവപ്പെടും. പിന്നെ കയ്യിൽ നീര് വരും. കുട്ടികൾ അറിയാണ്ട് വായലിട്ട് കഴിഞ്ഞാൽ ജീവന് വരെ ആപത്തുണ്ടെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വലിയ കാടുകളിലൊക്കെ ഇത് കാണാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ ഇത് കാട്ടിലൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണാം. അപ്പം മൃഗങ്ങളൊക്കെ ഇത് കടിച്ചാലും ഇതിപ്പോൾ മനുഷ്യർക്കുള്ള പോലെ തന്നെ ആ വിഷാംശം ഉള്ളിൽ ചെന്നാൽ പശുക്കൾക്കായാലും മൃഗങ്ങൾക്കൊക്കെ ആപത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡൈഫൻ ബാഞ്ചിയ നമ്മൾ വീട്ടിൽ വെക്കുന്നതൊക്കെ കൊള്ളാം. കുട്ടികളില്ലാത്തടത്ത് വേണം നമ്മൾ ഇതൊക്കെ വളർത്താൻ. ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കൊച്ചു കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം ഡൈഫൻ ബാഞ്ചിയ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിന് വാഴ പോലെ ചട്ടി തിങ്ങി നിൽക്കണ് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിന് ഈ ഒരു ചെടിക്ക്. ഇലച്ചെടി ആയാലും നല്ല ഭംഗിനത് നിൽക്കണ് കാണാനായിട്ട്. ഇതൊരു തൈ വെച്ച് കഴിഞ്ഞാൽ ചട്ടി തിങ്ങി ഇതിൽ ഒരുപാട് തൈകൾ വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് വളർത്താനും ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ തൈകൾ ഒരുപാട് പൊട്ടി മുളച്ച് വരുന്ന കാരണം നമുക്ക് ഇത് അടർത്തി വെച്ചിട്ട് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് ഡിസൈനിലുണ്ട് ഈ ഡൈഫൻ ബാഞ്ചിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്.
കാണാൻ നല്ല ഭംഗിയുള്ള ചെടി ആയതുകൊണ്ടേ കണ്ട ഇതിൻ്റെ ഇലയൊക്കെ നോക്കിയാൽ മുസൈക്കിൻ്റെ ഡിസൈനിലാണ്. ചട്ടിയിൽ കണ്ട എത്ര തൈകളാണ് വന്ന് കടകൾ നിൽക്കണേന്ന്. ഞാൻ ഇതിൽ നിന്ന് അടർത്തി മാറ്റൂല. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ചെടിയുടെ ഭംഗി പോവും. ഇതിപ്പോൾ ഇങ്ങനെ വലിയ ചട്ടിയിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് തിങ്ങിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിന് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇത് നല്ല ഹൈറ്റിൽ പോണ ഒരു വാഴ പോലത്തെ ഒരു ചെടി ആയതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെത് ഇത് ഞങ്ങളുടെ കാർപോർച്ചിലെ പില്ലറിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് ചില പ്ലാന്റൊക്കെ. അത്രയ്ക്കും വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ അത് നിൽക്കണ കാണാൻ നല്ല ഭംഗീന്. അപ്പോൾ ഈ ഒരു ചെടി നോക്കട്ടാ, ഇതിൻ്റെ ചെടിയുടെ കടര വണ്ണം കണ്ട. ഇതൊരു വിഷച്ചെടി എന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ. ഇതുപോലെ ഒരുപാട് ചെടികൾ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ അറിയാണ്ട് വളർത്തുന്നുണ്ട്. ഇപ്പം ഈ അടുത്തിടന്ന് നമ്മൾ അറിഞ്ഞത് അരളിച്ചെടി ഭയങ്കര വിഷമാണ്. ആ കുട്ടി മരിച്ചതിന് ശേഷമല്ലേ നമുക്ക് അത് ഇങ്ങനെ അറിയാൻ പറ്റിയത്, അരളിച്ചെടിക്ക് ഇത്രയും വിഷമുണ്ടെന്നുള്ളത്. അതുപോലെ കുറേ ചെടികളുണ്ട് ഇതുപോലെ വിഷമായിട്ടുള്ള ചെടികൾ, വീട്ടിൽ വെക്കാൻ പറ്റാത്ത ചെടികൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഭംഗി കൊണ്ടും ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടും മാത്രമാണ് നമ്മൾ ഇതൊക്കെ വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും നട്ടു വളർത്തുന്നത്. അപ്പം നമ്മൾ കൊച്ചു കുട്ടികളുള്ളിടത്ത് മാത്രം ഇതുപോലെയുള്ള ചെടികൾ വളർത്താണ്ട് നോക്കണം. അല്ലെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. നമ്മൾ അറിവുള്ളവരാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരേ ചെടിയുടെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് അത് പേടിക്കാനൊന്നുമില്ല. ഈ പ്ലാന്റ് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റാണ്. ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. എയർ പ്യൂരിഫൈ പ്ലാന്റൊക്കെ എന്ന് വെച്ചാലും ബെഡ്റൂമിൽ വെക്കുന്നത് അത്രയ്ക്ക് ലക്കല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ് വെക്കുമ്പോൾ ബെഡ്റൂമിൽ വെക്കാണ്ട് നമ്മൾ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഹാളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. എപ്പോഴും ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചാലാണ് ഇതിൻ്റെ ഇലകൾക്ക് കൂടുതൽ ഭംഗിയും അതിന് ആ ഗ്ലേസിങ്ങും ഷൈനിങ്ങും ഒക്കെ കിട്ടുള്ളൂ വെയിലത്ത് വെക്കുന്നേക്കാളും. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ലൈക്കും കമൻറ്റും തരാം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പൂക്കളെയും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. ലൈഫ് ആൻഡ് ബാഞ്ചിയ എന്ന് പറയുന്ന ചെടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.